കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ ഇലക്ഷന് ജയിച്ചാൽ മാത്രം പോരാ. റീൽസ്, ഡോക്യുമെൻ്ററി, പിന്നെ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ഇതെല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കെ സി വേണുഗോപാൽ പുസ്തകം ഇറക്കി കഴിഞ്ഞു. ഓ, വേണുഗോപാൽ പുസ്തകം എഴുതുമോ? പുസ്തകം എഴുതിയിരിക്കുന്നത് പാർലമെന്റിലെ പ്രസംഗങ്ങളാണ്. പിന്നെ നിലപാട് നേര് അങ്ങനെയൊക്കെ അതിന് പറഞ്ഞു. അദ്ദേഹം പാർലമെന്റിൽ എന്താ പ്രസംഗിക്കാറുള്ളത്? എനിക്കറിയില്ല, ഞാനിതുവരെ അങ്ങനെ പ്രസക്തമായിട്ടുള്ള പ്രസംഗങ്ങളൊന്നും കേട്ടിട്ടില്ല പുള്ളിയുടെ ഭാഗത്തുനിന്ന്. പിന്നെ വി ഡി സതീശൻ്റെ പുസ്തകം ഓൺ ദ വേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ തന്നെയാണ് അതും. ചെന്നിത്തലയുടെ AI വീഡിയോയിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ജീവചരിത്രം, അതായത് ജനനായകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു AI ഡോക്യുമെന്ററിയും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത എക്സ്ക്ലൂസീവ് വളരെ ഗംഭീരമാണ്. നമ്മുടെ ഒരുത്തൻ ജനനായകൻ പിടിച്ച ഷെഡിനകത്തായി. നമ്മുടെ എന്താ ജോസഫ് വിജയ്, അയാളുടെ സിനിമ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതിന്റെ പിന്നെ അവസാനം അത് അതിനെന്താ പറയണേ, നിയമവിരുദ്ധമായിട്ട് പൈററ്റഡ് കോപ്പിയാണ്. അപ്പൊ അതുപോലെ ഇനിയിപ്പോ രമേശിനെ കുറിച്ചിട്ടുള്ള സിനിമയും പൈററ്റഡ് കോപ്പി ആയിട്ട് വരുമോ? എന്തായാലും വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പോഡ്കാസ്റ്റ് പുറകെ വരുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല ഇതിനെ പറ്റിയിട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന്. എന്തായാലും മുഖ്യമന്ത്രി പ്രതിച്ഛായ നിലനിർത്താനും ആ സ്ഥാനത്തേക്കുമായിട്ട് വൻ ഫൈറ്റാണ് കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയൻ, അവർക്ക് 115 സീറ്റ് കിട്ടും, അല്ലെ 120 സീറ്റ് കിട്ടുന്നൊക്കെയാണ് സതീശൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായിട്ട് സ്റ്റാർട്ട്ലിംഗ് റെവല്യൂഷൻസ് ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേട്ടു, പ്രവാചകൻ മുഹമ്മദാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഭൂമി പരന്നതാണെന്നാണല്ലോ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇനി യഥാർത്ഥ യുദ്ധം നടക്കാൻ പോകുന്നത് മെയ് 4-ന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ വക കാര്യങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം എനിക്ക് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. പ്രിയൻ പറഞ്ഞത് തന്നെ, പുസ്തകം എഴുതണം. വേണുഗോപാൽ പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ച് പുസ്തകം നടന്നു. ഇപ്പോൾ പാർലമെൻറ്റിൽ ജയറാം രമേശ് പോട്ടെ, സോറി, വിവരമില്ല, മറ്റേ എന്താ പറയുന്നത്, ശശി തരൂർ പ്രസംഗിച്ച അതിൻ്റെ സമഗ്രമായ കോപ്പി ഇറങ്ങുകയാണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ പുതിയതായിട്ട് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് കുറേ അധികം വൊക്കാബുലറി പഠിക്കാമായിരുന്നു. അതിനകത്ത് കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ തേജസ്വി സൂര്യ തന്നെ നടത്തുന്ന പാർലമെൻ്ററി പ്രസംഗങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ പാർലമെൻറ്റ് പ്രസംഗങ്ങളുണ്ട്. LK അദ്വാനി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്. ഇതിന് പറയുന്നു, സർദാർ പട്ടേൽ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് മുഴുവൻ സംഗ്രഹിച്ച് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് അന്ന് പുറത്ത്, അത് അല്ല, പ്രസാർ ഭാരതി പിന്നെ ഒന്നാണല്ലോ. അന്ന് 1950 ആ പീരീഡിൽ അദ്ദേഹം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോഴൊക്കെ പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് ഈവൻസ് ആണ്. അതൊക്കെ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുഴുവനും എന്താ പറയുക, വളരെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ തെരഞ്ഞു പിടിച്ച് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് അതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അവർ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ, ആ പ്രസംഗത്തിൻ്റെ കോപ്പിയാണെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഒരു മാഗ്നിഫിഷ്യൻറ്റ് സ്പീച്ചസ് എന്നാണ് അതിനെയൊക്കെ പറ്റി പറയുന്നത്. ഈ വേണുഗോപാൽ പ്രസംഗിച്ച് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രസംഗവും അനുഭവ സമ്പത്തൊക്കെ എഴുതുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് അദ്ദേഹം എഴുതി കൂട്ടാൻ പോയെന്നുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളത്, ലോക്സഭയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ അദ്ദേഹത്തോട് പലപ്പോഴും അവിടെ ഇരിക്കാൻ പറയാറുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഉണ്ടല്ലോ, കൂടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുണ്ട്. അതും മറ്റേ രാജ്യസഭയിലാണെങ്കിൽ വേറൊരു പ്രതിഭാസമുണ്ട്, ഒരു ഗോറിലയുടെ ഛായയുള്ള സുന്ദര കളയബരൻ മല്ലികാർജുൻ ഖർഗെ. ഇയാളൊക്കെ പ്രസംഗിക്കണ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഇത്രമാത്രം അധപ്പതിച്ചു പോയില്ലോ എന്ന് തോന്നി. ഇയാളുടെയൊക്കെ പ്രസംഗം ജനങ്ങളുടെ ആവേശമല്ല കൊള്ളിക്കുക, ജനങ്ങളുടെ നിരാശയാണ്. ഈ കുഞ്ഞിരാമനെയാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കണേ പാർലമെൻറ്റിലേക്ക് എന്ന് എല്ലാവരും തോന്നുന്നു. അതെന്തെങ്കിലും ആട്ടെ, അത് ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇത് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇവർ 3 പേരും തമ്മിലുള്ള അടി ഇപ്പോൾ ഓപ്പണായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള PR വർക്കാണ് ഇവർ നടത്തുന്ന മുഴുവൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകാനായിട്ട്. പക്ഷേ അതിനകത്ത് ഈ
നമ്മുടെ KPCC പ്രസിഡന്റില്ലേ സണ്ണി ജോസഫ്, അയാൾ എന്തുകൊണ്ടാണ് ചേരാത്തതെന്ന് എനിക്കറിയില്ല ആ ആ റേസിൽ. കാരണം സണ്ണി ജോസഫ് ജയിച്ചു കഴിഞ്ഞാൽ അയാൾ മുഖ്യമന്ത്രിയാവാൻ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. കാരണം ഒന്നാമത് ക്രിസ്ത്യാനിയാണ്. സോണിയാഗാന്ധിക്ക് ക്രിസ്ത്യാനികളെയാണല്ലോ ഇഷ്ടം കൂടുതൽ. അപ്പോൾ അയാളെയാണ് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് അവർ പ്രിഫർ ചെയ്യുള്ളൂ. പിന്നെ അവർ പ്രിഫർ ചെയ്ത കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരാരും മിണ്ടൂല. അയാൾ പുറത്ത് പാരവയ്ക്കായിരിക്കും, പക്ഷെ അയാൾ ഒരു സ്ട്രോങ് കണ്ടൻഡറാണ്. കുരിശുണ്ടല്ലോ കഴുത്തിൽ. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് മുഖ്യമന്ത്രിയാവാൻ അയാൾക്ക് എല്ലാ യോഗ്യതയുണ്ടാവും. അതാണല്ലോ ഇപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ ക്രൈസ്തവരുടെ ഒരു സംഘടനയാണ്. അപ്പോൾ അവർക്ക് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റി എന്ന്, ഓൾ ഇന്ത്യ കാത്തലിക് കോൺഗ്രസ് എന്നൊക്കെ അവർക്ക് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ എല്ലാം രമ്യമായിട്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ എന്താ പുസ്തകം എഴുതണു, ഡോക്യുമെൻ്ററി ചെയ്യണു, പിന്നെ എന്താണ് പറയുന്നത്, പാർലമെൻ്ററി പ്രസംഗങ്ങളുടെ സംഗ്രഹം പുറത്തിറക്കണു, പോഡ്കാസ്റ്റ് ചെയ്യണു. ഇതൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. ഇവർ എന്താ ചെയ്യാൻ പോണേ കേരള മുഖ്യമന്ത്രിയായിട്ടെന്നുള്ളത് മാത്രം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ VD സതീശൻ കേരള മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരിക്കും അത്. അത് വയനാട്ടിലെ ചൂരൽമലയിൽ നടന്ന ദുരന്തത്തെക്കാളും വലിയ ദുരന്തമായിരിക്കും അയാൾ കേരള മുഖ്യമന്ത്രിയായ ഉണ്ടാവാൻ പോണത്. പിണറായി വിജയനൊക്കെ എത്ര ഡിഗ്നിഫൈഡ് ആയിട്ട്, അത് ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. അവർ മൂന്നുപേരും കൂടി തീരുമാനിക്കണം. അതും അതിന്റെ പാവം മുരളീധരൻ എങ്ങനെയും വെട്ടി ഒതുക്കുക എന്നുള്ളതാണ് കേസിയുടെ ലക്ഷ്യം. പക്ഷേ അത്ര സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതല്ല സമയം എന്നറിയാം. അതായത് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം സമയം ഒരുക്കും. കാരണം എൻ്റെ സാർ, ഞാനൊരു അനുമാനിക്കുന്നത്, സാർ ഒന്ന് പറയൂ അത് ശരിയാണോ അല്ലേ എന്ന്. അതായത് മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ഈ റിസൾട്ട് വരുമ്പോഴത്തേക്കും സതീശനും ചെന്നിത്തലയും തമ്മിൽ ഘോരമായ ഒരു യുദ്ധം നടക്കും. ഒരു വലിയ യുദ്ധം. മറ്റേ ഇത് ഇവർ തമ്മിൽ ബാലിയും സുഗ്രീവൻ തമ്മിൽ നടന്ന ഒരു യുദ്ധം നടക്കും. അതൊക്കെ യുദ്ധത്തിന് ഇടയ്ക്കായിരിക്കും KC വേണുഗോപാൽ വരിക. അതല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ മാറ്റി നിർത്തിയിട്ട് പറയും പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറയും. അപ്പോൾ ഒരു വിചാരിക്കും ആരെങ്കിലും ഒരാളെ ആക്കും. എന്നിട്ട് ഇയാൾ പറയും ഞാനാകാം, കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ ആയിക്കോളാം. ഇത് നടക്കാൻ സാധ്യതയുണ്ടോ? അതിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. ഇവിടെ ഇപ്പോൾ 115 MLA-മാരില്ല, 115 MLA-മാരും കൂടി സതീഷിനെ സെലക്ട് ചെയ്താലും അല്ലെങ്കിൽ രമേശിനെ സെലക്ട് ചെയ്താലും പിന്നെ മറ്റേ വേണുഗോപാലിനെ സെലക്ട് ചെയ്താലും അവസാന വാക്ക് നമ്പർ 10 ജൻപതിലെ കെട്ടിലമ്മയാണ് തീരുമാനിക്കുന്നത്. കെട്ടിലമ്മ എന്ന് പറയുമ്പോൾ കെട്ടിലമ്മയും മോനും മോളും കൂടി തീരുമാനിക്കും ആരാണ് കേരളത്തിലൊരു അലവലാതി മുഖ്യമന്ത്രി ആവേണ്ടത്. അവനെ പിടിച്ചാക്കെന്ന് പറയും, ഇന്ന ആളെ പിടിച്ചിട്ട് ആക്കാൻ പറയും, അയാളെ പിടിച്ചിട്ട് ആക്കും. അതാണ് അവരുടെ പോളിസി, അതാണ്. അല്ലാണ്ട് ഇവിടുന്ന് എത്ര MLA-മാരെ തിരഞ്ഞെടുത്ത് കൊടുത്താലും അവസാന തീരുമാനം ഇവരുടെയാണ്. ഈ ഫാമിലി തീരുമാനമാണ്, മറ്റേ ഗാന്ധി കുടുംബത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഈ മാത്യു കുഴൽനാടനോ അതല്ലെങ്കിൽ പിന്നെ അങ്കമാലി MLA ഉണ്ടല്ലോ റോജി ജോണോ, അതല്ലെങ്കിൽ മറ്റേ ഈ സണ്ണി ജോസഫോ, ഇവരൊക്കെ കോൺഗ്രസ് കേരള മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ടാൽ ഞാനൊട്ടും അതിശയപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ക്രൈസ്തവർക്ക് ഒരു അവസരം കിട്ടണതാണ് അവരിത് കൊടുത്തിരിക്കുക. ഇവർ രണ്ടുപേരും നട്ടുപോയ സ്ക്വിറലിനെ പോലെ എന്ന് പറഞ്ഞാൽ അണ്ടിപോയ അണ്ണാനെ പോലെ നോക്കി നിൽക്കുക അവർ. അതാണ് ഉണ്ടാവാൻ പോണ കേരളത്തിൽ. പിന്നെ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാലത്തെ കാര്യമാണല്ലോ നമ്മൾ ഈ പറയണ മുഴുവനും. ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ തവണത്തെ അത്രയും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഡീസൻറ്റ് മെജോറിറ്റി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ ആരുടെ കാര്യമാണ്? LDFിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. അല്ലാണ്ട് ശ്യാമളയുടെ കാര്യം മാത്രമായിട്ട് ഗോവിന്ദൻ പറയില്ലല്ലോ, സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹമെങ്കിലും പറയില്ല. അപ്പോൾ അത് എന്താ, ഇവർ മൂന്നുപേരും എന്താ പറയുക, തയ്യാറെടുപ്പ് നടത്തട്ടെ. അവസാനം ഈ പറഞ്ഞ പോലെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് തീരുമാനിക്കണ അമ്മയും 2 മക്കളും പിന്നെ വേണ്ടി വന്ന മരുമോനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരുള്ള കമ്മിറ്റിയാണ്. അതാണല്ലോ യഥാർത്ഥ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നതും വർക്കിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് അതാണല്ലോ. അപ്പോൾ അവർ തീരുമാനിക്കും ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. ഇവർ അവരുടെ മനസ്സ് അവർ ആരോടും പറയില്ല. അവർക്ക് അതിനൊക്കെയുള്ള ബുദ്ധിയുണ്ട്. അവർക്ക് കൂടുതൽ കാശ് ആര് പിരിച്ചു തന്നു അവരെ മുഖ്യമന്ത്രിയാക്കും. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ വത്തിക്കാൻ്റെ സപ്പോർട്ടുള്ള ആളാണ്, നമ്മുടെ ആളാണെന്നുണ്ടെങ്കിൽ അവർക്കേ പ്രിഫറൻസ് കൊടുക്കുള്ളൂ. അല്ല, സിദ്ധുവിൻ്റെ ഭാര്യ
മുമ്പ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ആകാനായിട്ട് സോണിയാഗാന്ധി കൊടുക്കേണ്ടത് 500 കോടി രൂപ. അതെ, അത് പറഞ്ഞു. അതിനെപ്പറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടൊന്നും വന്നില്ല. സിദ്ധുവിനും ഭാര്യയ്ക്കും എന്ത് പറ്റിയെന്നും കൂടി അറിയാൻ പാടില്ല. അവർ കോൺഗ്രസ് വിട്ട് BJP ചേരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് BJPക്കാർ പറഞ്ഞു വേണ്ട, നിങ്ങൾ കോൺഗ്രസിൽ തന്നെ നിൽക്കുക നല്ലതെന്ന് പറഞ്ഞു. അതെ, അതൊന്നും മുടിയുമല്ലോ. ഇപ്പൊ ഈ BJPയിലേക്ക് വരേണ്ട ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ, അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആവാൻ വരെ കുറേ അധികം നേരം ഫൈറ്റ് ചെയ്തതാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി, ഇപ്പോൾ അദ്ദേഹത്തിനെ ആക്കിയില്ല. അപ്പോൾ അദ്ദേഹം BJPയിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ BJP നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞ് വേണ്ട, BJPയിലേക്ക് വരണം, നിങ്ങൾ എല്ലാവരും കൂടി വന്നാൽ ശരിയാവില്ല, നിങ്ങൾ അവിടെ നിൽക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ KC വേണുഗോപാൽ ചെന്നിത്തലയാണോ അതോ ആദ്യം VD സതീശനെയാണോ വെട്ടുക എന്ന് പറയുന്ന ഒരു, എന്തായാലും വാള് KCയുടെ കയ്യിൽ തന്നെയാണ്. 3 പേരുടെ കയ്യിലും വാളുണ്ട്. അവർ തമ്മിൽ വെട്ടിച്ചാവും. അവസാനം ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ഡൽഹിയിൽ നിന്ന് വരും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ചിലപ്പോൾ ഈ 3 പേരും ആയിരിക്കില്ല മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്. ചിലപ്പോൾ പ്രിയങ്ക പറയും ഞാൻ മുഖ്യമന്ത്രി ആവാം. കാരണം അത് മാത്രമല്ല, ആങ്ങളോട് വന്നിച്ച് പറഞ്ഞല്ലോ വനിതാ മുഖ്യമന്ത്രി, വേറെ ആരുമില്ലല്ലോ. അല്ലെ പിന്നെ ജബി മേത്തറെ പിടിച്ചാക്കണം മുഖ്യമന്ത്രി, അല്ലെ ഷമാ മുഹമ്മദിനെ പിടിച്ചാക്കണം മുഖ്യമന്ത്രി. നടക്കുന്ന തോന്നലുണ്ട് അതിപ്പോൾ. പ്രിയങ്ക ആയിരിക്കും. അങ്ങനെയാണ് ഒരു വനിതാ കാൻഡിഡേറ്റ് ആണെങ്കിൽ പ്രിയങ്ക ആയിരിക്കും. അതല്ലെങ്കിൽ ബിന്ദു കൃഷ്ണ. പാവം, അവർ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മുഖ്യമന്ത്രി പദം മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയല്ലേ അവർക്ക്. പ്രിയൻ്റെ നാട്ടുകാരല്ലേ, തിരുവിതാംകൂർ കൊല്ലം സൈഡം കണ്ടിട്ടല്ലേ അവർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nലും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.